ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. ലാസ്റ്റ് ഗ്രേഡ് എക്സാം എഴുതുന്നവർക്കും സെക്രട്ടറി അസിസ്റ്റൻ്റ് എഴുതുന്നവർക്കും ഇംഗ്ലീഷ് ഒരു ഗ്രാമർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാകും. അത് റോങ് ആൻഡ് റൈറ്റ് കോമൺ എറേഴ്സ് എന്നുള്ള വിഭാഗത്തിൽ നിന്നുള്ളതാണ്. അതിനാണ് നമ്മളിപ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും വെർബും പ്ലൂറലായിരിക്കും. ഈ ബേസിക് റൂള് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അത് നമുക്ക് പഠിക്കാം. ദ ബേസിക് റൂൾ ഓഫ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ വെർബ് മസ്റ്റ് എഗ്രി വിത്ത് ഇറ്റ്സ് സബ്ജക്റ്റ് ഇൻ നമ്പർ ആൻഡ് പേഴ്സൺ. എന്ന് വെച്ചാൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനകത്ത് വെർബ് സബ്ജക്റ്റ് നമ്പറോ പേഴ്സണോ ആണെങ്കിലും അത് വെർബ് സിംഗുലർ ആണെങ്കിൽ സിംഗുലറും, പ്ലൂറൽ ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറലുമായിരിക്കും. നമുക്ക് സെക്ഷൻ പഠിക്കുമ്പോൾ മുമ്പ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് പഠിക്കും മുമ്പ് നമുക്ക് വെർബിനുണ്ടാവുന്ന കൺഫ്യൂഷൻസ് നമുക്ക് മനസ്സിലാക്കാം. വെൻ എസ് ഇ എസ് ഐ എസ് added to noun it becomes plural. അതായത് എസ് ഒ ഇ എസ് ഒ ഐ ഇ എസ് ഒ ഒരു നൗണിനകത്ത് ഉണ്ടാകുകയാണെങ്കിൽ അത് പ്ലൂറലായിരിക്കും. നമുക്ക് ഉദാഹരണം ശ്രദ്ധിച്ചാൽ, ബോയ് എന്ന് പറയുന്നത് സിംഗുലറാണ്, ബോയ്സ് പ്ലൂറൽ. ലീഫ് സിംഗുലറാണ്, ലീവ്സ് പ്ലൂറൽ. ബേബി സിംഗുലറാണ്, ബേബീസ് പ്ലൂറലാണ്. ഇവിടെ ബോയുടെ കൂടെ എസ് ചേർത്തപ്പോൾ അത് പ്ലൂറലായി സബ്ജക്റ്റായി. ലീഫിൻ്റെ കൂടെ ഇ എസ് ചേർത്തപ്പോൾ ലീവ്സ് പ്ലൂറൽ സബ്ജക്റ്റായി. ബേബിയുടെ കൂടെ ഐ ഇ എസ് ചേർത്തപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റായി. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വെർബ് വെൻ എസ് ഇ എസ് ഐ ഇ എസ് ആഡഡ് ടു എ വെർബ് ഇറ്റ് ബിക്കംസ് സിംഗുലർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എസ് ഇ എസ് ഐ എസ് ഒരു നൗണിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് പ്ലൂറലാകുമ്പോൾ, വെർബിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് സിംഗുലറാകും. ഉദാഹരണത്തിലൂടെ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. എക്സാമ്പിൾ, ഗോ അതൊരു പ്ലൂറൽ വെർബാണ്. അതിൻ്റെ കൂടെ ഇ എസ് ചേരുമ്പോൾ ഗോസ് സിംഗുലറാവും. റൈറ്റ് പ്ലൂറലാണ്, അതിൻ്റെ സിംഗുലർ വരുന്നത് റൈറ്റ്സ്. ക്ലാരിഫൈ പ്ലൂറൽ വെർബാണ്, അതിൻ്റെ സിംഗുലർ വരുന്നത് ക്ലാരിഫൈസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഗോയുടെ കൂടെ ഇ എസ് എന്ന് ചേർക്കുമ്പോൾ അത് സിംഗുലറാകുന്നു. ഇ എസ് വരുന്നത് കൊണ്ട് റൈറ്റ് സിംഗുലറാകുന്നു. ക്ലാരിഫൈ ഐ എസ് വരുന്നത് കൊണ്ട് സിംഗുലറാകുന്നു. സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എസ് ഇ എസ് ഐ എസ് ചേരുമ്പോൾ അത് പ്ലൂറലാകുമ്പോൾ, വെർബിൻ്റെ കൂടെ നമ്മൾ എസ് ഇ എസ് ഐ എസ് ചേർക്കുമ്പോൾ അത് സിംഗുലറാകുന്നു. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സബ്ജക്റ്റ് നൗണുമാകാം പ്രോനൗണുമാകാം. അതായത് ബോയ്, ഗേൾസ്, ട്രീ എന്ന നൗൺ പ്രോനൗൺ വരുമ്പോൾ ഹി, ഷീ, ഇറ്റ്. ഇവിടെ നമ്മൾ വെർബിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വെർബ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വെർബ് ഒന്നെങ്കിൽ പാസ്റ്റ് ടെൻസിലോ അല്ലെങ്കിൽ ING ഫോമിലോ ആയിരിക്കും. അത് നമ്മൾ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പ്രകാരം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ വെർബായിരിക്കും. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബായിരിക്കും. നമുക്ക് ഉദാഹരണ സഹിതം ഇവിടെ മനസ്സിലാക്കാം. ദ ബോയ് വിഷ് ഓർ വിഷസ് ടു അറ്റൻഡ് ദ സെമിനാർ. ദ സ്റ്റുഡൻസ് ഓഫ് ദ ക്ലാസ് ഡസ് ദ വർക്ക് ഓൺ ടൈം. ഇറ്റ് ഈസ് ആർ ഇമ്പോസിബിൾ ടു ദ വർക്ക് ഇൻ സച്ച് എ ഷോർട്ട് പീരീഡ്. ദേ ഹാവ് ഓർ ഹാസ് not completed the work. ഇവിടെ ദ ബോയ് നമ്മുടെ ആർട്ടിക്കിളിൻ്റെ ഒപ്പം വരുന്നതാണ് നൗൺ.
ഇവിടെ ബോയ് എന്ന് പറയുന്നത് സിംഗുലറാണ്, അതുകൊണ്ട് ഇവിടെ വെർബ് വരേണ്ടത് വിഷസ്. ദ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ആർട്ടിക്കിളിന് ശേഷവും ഓഫിന് എന്നുള്ള പ്രപ്പോസിഷന് മുമ്പും വരുന്നതാണ് നൗൺ. ഇവിടെ സ്റ്റുഡൻസ് പ്ലൂറലാണ്, അതുകൊണ്ട് പ്ലൂറൽ വെർബ് ഡു. ഇറ്റ് എന്ന പ്രോണൗണിൻ്റെ കൂടെ വരുന്നത് സിംഗുലറാണ്, അതായത് ഇറ്റ് ഈസ്. ലാസ്റ്റ് വൺ ദേ പ്ലൂറൽ സബ്ജക്റ്റാണ്, അതുകൊണ്ട് പ്ലൂറൽ വെർബ് ഹാവ്. പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എന്നൊക്കെ അതിൻ്റെ സിംഗുലർ വരുന്നത് ഇറ്റ് ഈസ്, ഇറ്റ് വാസ് എന്നാണ്. ഇറ്റിൻ്റെ പ്ലൂറൽ ദേ ആണ്. നമുക്ക് ഈ സെക്ഷനിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇതിന് എക്സെപ്ഷൻ ഐ യു വരുമ്പോഴാണ്. ഐ ഒരു സിംഗുലർ സബ്ജക്റ്റാണ്, യുവും ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. എന്നാൽ അതിൻ്റെ വെർബ് എപ്പോഴും പ്ലൂറലായിരിക്കും. അതായത് ഐ ഗോസ് എന്ന് നമുക്ക് വന്നാൽ ഐ ഗോ ആയിരിക്കും വരുന്നത്. യു ഗോ, യു ആൾ ഗോ എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെർബ് എപ്പോഴും പ്ലൂറലായിരിക്കും. യു ആൾ ഗോ ആയിരിക്കും വരേണ്ടത്. ഈ എക്സെപ്ഷൻ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഐയോ യുവോ നമ്മുടെ സബ്ജക്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെർബ് എപ്പോഴും പ്ലൂറലായിരിക്കും.